ഈ ഹസ്കർ ഇന്നത്തെ കെ രാഗേഷിന്റെ പ്രസംഗത്തെ ഒരു ഭീഷണി പ്രസംഗമായിട്ട് അങ്ങ് കാണുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ ഭീഷണി നേരിട്ട് ചെന്ന് തറയ്ക്കുന്നത് ശ്രീ കുഞ്ഞികൃഷ്ണനിലാണല്ലോ. അല്ല സ്മൃതി, ഇതില് ആഭ്യന്തര വൈരുദ്ധ്യങ്ങളാൽ ആത്മസംഘർഷത്തിൽപ്പെട്ട ഒരു പാർട്ടിയുടെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിയുടെ ഈ കലാപാഹ്വാനത്തിന്റെ ശ്രമം മാത്രമാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത്. കാരണം നേരത്തെ ഉമേഷ് ബാബു ഒക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം നടത്തി വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കണ്ണൂരിലെ പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ക്ഷതം എത്രത്തോളം, അതിന്റെ ആഘാതം എത്രത്തോളമാണെന്ന് കെ രാഗേഷോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷോ അതല്ലെങ്കിൽ MA ബേബിയോ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി, അതിപ്പോ എല്ലാവർക്കും വായിക്കാൻ അവൈലബിൾ ആണ്. കാരണം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി കൂടി വിവിധ ഘട്ടങ്ങളിൽ, ജില്ലാ കമ്മിറ്റി മുതൽ സംസ്ഥാന സമിതി വരെ വിവിധ ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തതിനു ശേഷം തെരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ച് ഒരു കാരണം കണ്ടെത്തിയിരിക്കുന്നു. പയ്യന്നൂരിലെയും അതുപോലെ തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ പിശകുപറ്റി എന്ന് പാർട്ടി സ്വയം അംഗീകരിക്കുകയും സംസ്ഥാനത്താകെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് വല്ലാത്ത സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് സ്വയം വിമർശനപരമായി റിപ്പോർട്ടിൽ വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യത്യസ്തമായ നിലപാട് എനിക്കുണ്ടെങ്കിൽ പോലും ആ റിപ്പോർട്ടിൽ ഒരിടത്ത് പോലും സഖാവ് പിണറായി വിജയൻ എന്ന പേരെടുത്ത് പരാമർശിക്കാനുള്ള ധൈര്യം പോലും കേന്ദ്ര കമ്മിറ്റിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പാർട്ടി തിരുത്തില്ല, CPIM തിരുത്തില്ല, തിരുത്താനാവില്ല എന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെയുള്ള കാലയളവിൽ 22 അനിഷ്ട സംഭവങ്ങളാണ് പയ്യന്നൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ 22 സംഭവങ്ങൾക്കും പോലീസ് FIR എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം ജനുവരി 26-ലാണ് വെള്ളൂരിൽ പ്രസന്നന്റെ ബൈക്ക് കത്തിക്കുന്നതുമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് നാളിതുവരെ, ഇന്നത്തെ കെ രാഗേഷിന്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി ഈ വിഷയം പരാമർശിക്കുന്നുണ്ട്. നാളിതുവരെ ആ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് വസ്തുത പുറത്തു കൊണ്ടുവരാനായിട്ടില്ല. ഇപ്പൊ ഒടുവിൽ ചെമ്മീൻ കെട്ടിന്റെ അടിത്തട്ട് വരെ മാന്തിയെടുക്കും എന്ന് വീമ്പിളക്കുന്ന കെ രാഗേഷ് മനസ്സിലാക്കിയേണ്ടത് ഒരു പ്രധാന കാരണമുണ്ട്. പയ്യന്നൂരിലെ പരാജയത്തെ സംബന്ധിച്ച് എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് അദ്ദേഹം ഇതുവരെ മനസ്സിലായി. മാത്രമല്ല, ഇപ്പോ ആരാണ് TI മധുസൂദന്റെ പിന്നിൽ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത കൂടിയാണ് പയ്യന്നൂരിലെ പാർട്ടി. 7500-ലധികം പാർട്ടി അംഗങ്ങളുള്ള ഒരു പാർട്ടി മണ്ഡലമാണ്, ഒരു നിയമസഭാ മണ്ഡലമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത്. സ്വാഭാവികമായും 2 പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ നിരവധി ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും പ്രവർത്തിക്കുന്ന സുശക്തമായ പാർട്ടി സംവിധാനം, ഒരുപക്ഷെ ഈ സംസ്ഥാനത്തെ ഏറ്റവും കൃത്യവും സുശക്തവുമായ പാർട്ടി CPM പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമുള്ള ഇടത്താണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്നുള്ളത്. അപ്പൊ നേരത്തെ ഈ ആരാണ് സാധാരണഗതിയിൽ CPIM-നെ സംബന്ധിച്ച് CPM-ന്റെ അംഗം ഒരു പൊതുവേദി അല്ലെങ്കിൽ പൊതുസ്ഥല ഒരു കോടതിയിൽ ഒരു കേസ് നൽകണമെങ്കിൽ ആ പാർട്ടിയുടെ ഘടകം അദ്ദേഹത്തിന് അനുമതി നൽകാണ്ട്. ഇപ്പോ TA മധുസൂദൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ ഒരുപക്ഷെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഹർജി നൽകുന്നതിനുള്ള അനുവാദം നൽകിയിട്ടില്ല. ഇത് എന്ത് വിഡ്ഢിത്തരായി പോയി എന്നുള്ളത് ആ പാർട്ടി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ കണക്ക് സംബന്ധിച്ച് നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിൽ കേസ് വന്നാൽ ഈ കണക്ക് കൊണ്ടുവരൂ എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പൊതുമണ്ഡലത്തിൽ പബ്ലിക് ഡോക്യുമെന്റായി ഈ കണക്കുകൾ വരികയല്ലേ. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് ഞങ്ങൾ ബഹുജനവും പൊതുജനവും എന്ന് പറഞ്ഞ് മലയാള ശബ്ദധാരാവിലേക്ക് പുതിയ നിർവചനങ്ങൾ നൽകിയ രാഗേഷ് മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യമല്ലേ ഇത്. ഇനിയിപ്പോ ഇത് പൊതുജനത്തിനും ബഹുജനത്തിനും ഒക്കെ തുറന്നു കിട്ടുന്ന അനാവരണമാകുന്ന ഒരു കണക്കായി മാറും. ചില കണക്കുകളുമായി വന്നിട്ടുണ്ട്. അല്ല, ആ കണക്കുകൾ യോജിപ്പില്ല എന്നുള്ളതാണല്ലോ വളരെ കൃത്യമായി കുഞ്ഞികൃഷ്ണൻ ഇത് സംബന്ധിച്ചിട്ടുള്ള പൊതുമണ്ഡലത്തിൽ പറഞ്ഞിട്ടുള്ള കണക്കുകൾ മുന്നിൽ നിൽക്കുകയല്ലേ. ആ കണക്കുകളെ നിരാകരിക്കുകയോ ആ കണക്കുകളെ നിശബ്ദമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കണക്കല്ല TI മധുസൂദൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. TI മധുസൂദൻ പറയുന്ന കണക്ക് എന്ന് പറയുന്ന അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കണക്ക് മാത്രമാണ്. അത് ദഹിക്കാത്ത പാർട്ടി അംഗങ്ങളാണല്ലോ. 7500 പാർട്ടി അംഗങ്ങളുണ്ട്. അവരുടെ ഒരു വീട്ടിൽ 3-4 അംഗങ്ങൾ അടക്കമുള്ള ഒരു പാർട്ടി മണ്ഡലത്തിൽ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവിടെ നിന്ന് കുഞ്ഞികൃഷ്ണൻ ജയിച്ചു 7500-ഓളം വോട്ടുകൾക്ക് ജയിക്കണമെങ്കിൽ അവിടുത്തെ പാർട്ടി അംഗങ്ങളെ പോലും ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ പ്രശ്നം. 50,000-ലധികം വോട്ടുകൾക്ക് CPIM പരമ്പരാഗതമായി ജയിക്കുന്ന കേരളത്തിലെ ഏക മണ്ഡലം എന്ന് പറയുന്നത് പയ്യന്നൂരാണ്. ആ പയ്യന്നൂരിലാണ് ഈ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് ഇപ്പോഴെങ്കിലും തിരുത്തണ്ടേ.
ഇവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ കെ രാഗേഷ് പയ്യന്നൂരിലെ ഈ ഒരു വിഭാഗത്തെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി താനാണ് തന്റെ രാഷ്ട്രീയ ഈ ടി.ഐ. മധുസൂദന്റെ രാഷ്ട്രീയ യജമാനൻ താനാണെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് ഇന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച്. അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ ഈ 21 കേസുകളും അന്വേഷണം നടത്തുന്നതിന് എന്തെങ്കിലും ഒരു ചെറുവിരൽ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നുവെങ്കിൽ CPM ഭരിക്കുന്ന സമയത്ത് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുകയും കേരള പോലീസ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും അന്വേഷണത്തെ അങ്ങനെ അട്ടിമറിക്കാൻ കഴിയുമോ? ഈ ഒരു സ്വാധീനവും ഉണ്ടാവാതിരുന്ന 2 മുതൽ 5 പേരുടെ ആളുകളുടെ മാത്രം പിന്തുണ മാത്രമാണ് കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ അവിടെ നിന്ന് ഇപ്പോ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നതുവരെ, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതുവരെ എന്തുകൊണ്ട് CPM കാത്തിരുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമില്ലേ? ഇപ്പോ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിരന്തരം പരാതി കൊടുക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഈ 22 കേസുകളും അന്വേഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അതിനെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നു. അപ്പോഴാണ് വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വീട് VK കൃഷ്ണന്റെ വീട് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മരുമകനെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് വരെ പറഞ്ഞത് കുഞ്ഞികൃഷ്ണന്റെ അനുയായികൾ ചെയ്ത ആ വീട്ടിൽ കയറി ചെടിച്ചട്ടികൾ അടിച്ചു നശിപ്പിച്ചു എന്ന് അന്ന് വരെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും വലിയ തോതിൽ പ്രചരണം പയ്യന്നൂർ നടത്തിയ ഒരു വിഷയമായിരുന്നു. വെള്ളൂരും നോർത്ത് വെള്ളൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK കൃഷ്ണന്റെ വീട് ആക്രമിച്ചു കുഞ്ഞികൃഷ്ണന്റെ അനുയായികൾ എന്ന നിലയിലായിരുന്നു അന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അതിനുശേഷം പ്രതിയെ പിടിച്ചു കഴിഞ്ഞപ്പോ പ്രതി VK കൃഷ്ണന്റെ ശേഷക്കാരനും മരുമകനുമാണ് എന്ന സാഹചര്യത്തിലേക്ക് പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അത് എന്നിട്ടും പാർട്ടി മിണ്ടുന്നില്ല. മാത്രമല്ല പുരുഷോത്തമന്റെ വീട് കാറ് കത്തിക്കുകയും വീട് ആക്രമിക്കുകയും ചെയ്ത പ്രതികൾ CPMന്റെ ഏരിയ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പറയുന്നു, ഞങ്ങൾ CPMന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. പ്രതികളെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ വീരോജ്വലമായിട്ടുള്ള ആവേശകരമായ മുദ്രാവാക്യം ആ പ്രതികൾക്ക് അനുകൂലമായി പോലീസ് സ്റ്റേഷനിലും ജയിലിന് മുന്നിലും ഒക്കെ നടത്തുന്ന സാഹചര്യമാണ് പയ്യന്നൂരിലെ പാർട്ടി CPIM ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം ഒരു പക്ഷേ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നാളിതുവരെ കണ്ണൂരിലെ പാർട്ടിക്ക് മനസ്സിലായിട്ടില്ല, പയ്യന്നൂരിലെ പാർട്ടിക്ക് മനസ്സിലായി. ഇപ്പോ പയ്യന്നൂരില് CPIM ഏരിയ കമ്മിറ്റി ഒന്നും ഇല്ല. ഇപ്പൊ ഇവരൊക്കെ കരുതുന്നത് പോലെ CPM ഏരിയ കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ടതിന് ശേഷം ഹരീന്ദ്രൻ പാർട്ടിയുടെ തലശ്ശേരിയിലുള്ള പാനൂരിലുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹത്തിന്റെ ചുമതലയിൽ അവിടെ പ്രത്യേക കമ്മിറ്റിയാണ് നിലവിലുള്ളത്. അംഗീകരിച്ചു പോയിട്ടില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.